CPR എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും അറിയാം എന്താണ് CPR എന്ന്? ഓക്കെ, നമ്മുടെ മുതിർന്നവർ ആർക്കെങ്കിലും എന്താണ് CPR? കാർഡിയോ പൾമണറി റീസിസ്റ്റേഷൻ എന്നാണ് ഇതിന് മെഡിക്കലി നമ്മൾ പറയുന്നത്. പക്ഷേ നമുക്ക് സാധാരണക്കാരെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പറയാം ബേസിക് ലൈഫ് സപ്പോർട്ട്. ഇതിന് മെഡിക്കലി ട്രെയിൻഡ് ആയ ഒത്തിരി ആൾക്കാരുണ്ട്. അതിന് BLS എന്ന് പറയും. അതിന് മേലോട്ട് പോകുകയാണ് ACLS, അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അതിനകത്ത് കുറെ മെഡിക്കൽ ഇന്റർവെൻഷൻസും മെഡിക്കേഷൻസും എല്ലാം ഇൻവോൾവ് ആണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മന്ത് ഓഫ് ഒക്ടോബർ 1 വീക്ക് നമ്മൾ CPR അവയർനെസ് പ്രോഗ്രാം നടത്തി വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ when we look into the incidence of heart attack or cardiac arrest, people less than 40 years are more affected with cardiac arrest. 90% of the cardiac arrests are occurring outside the hospital. ഹോസ്പിറ്റലിനകത്താണ് ഒരു കാർഡിയാക് അറസ്റ്റ് നടക്കുന്നതെങ്കിൽ ഇന്റർവെൻഷൻസ് ടോട്ടലി വ്യത്യാസമാണ്. പക്ഷേ മെജോറിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ പള്ളികളിലോ ഓഫീസുകളിലോ പബ്ലിക് സ്പേസിലോ ആയിരിക്കും പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. മേ ബി ഒരാളുടെ ബ്ലഡ് ഷുഗർ ലെവൽ താഴ്ന്നു പോയാൽ റീസൺ ഓഫ് നമുക്ക് അൺകോൺഷ്യസ് ആവാം. കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ അൺകോൺഷ്യസ് ആവാം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സീഷറോ അപസ്മാര ഫിക്സ് അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ ആകാം. നമ്മൾ ഒരാൾ വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് ആവാം. ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് നമുക്ക് അൺകോൺഷ്യസ് ആവാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതൊരു കാർഡിയാക് അറസ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് ആണോ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നതുകൊണ്ടാണോ നമ്മൾ അൺകോൺഷ്യസ് ആയെന്ന് എങ്ങനെ അറിയാം? കുറച്ച് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അല്ലാതെ നമ്മൾ എങ്ങനെ അറിയും? പൾസ് നോക്കണം. എത്ര പേർക്ക് പൾസ് നോക്കാൻ അറിയാം? നമ്മൾ ഏത് പൾസാ നോക്കുക? കയ്യിലെ പൾസ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് there are 9 places where we can assess actually pulse. അതിൽ നമ്മൾ എന്തുകൊണ്ടാണ് കാർഡിയാക് കംപ്രഷൻ ഒരാൾ കുഴഞ്ഞു വീണ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വിതിൻ 10 seconds നമ്മൾ അസസ് ചെയ്യണം അത് കാർഡിയാക് അറസ്റ്റ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് ആ ക്രൂഷ്യൽ ടൈം ആണ് 10 seconds എന്ന് പറയുന്നത്. ആ വിതിൻ 10 seconds we were able to identify the cardiac arrest, നമുക്ക് ലൈഫ് സേവിങ്, the survival of the person will be more effective. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് 10 seconds നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ for our brain cannot sustain without oxygen for more than 4 minutes. ആ 4 മിനിറ്റ് കൊണ്ട് we should compress our heart effectively to pump the blood out and to reach the നമ്മുടെ മേജർ ബ്ലഡ് വെസൽസിലോട്ട് ബ്ലഡ് എത്തണം. അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വായു നോക്കും, ശ്വാസം നോക്കും, അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാർഡിയാക് കംപ്രഷൻ തുടങ്ങുക. പക്ഷെ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നവർ പറയുന്നത് വി ഹാവ് ടു സ്റ്റാർട്ട് കംപ്രഷൻ ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിലോട്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് എത്തണം. അതാണ് നമ്മുടെ മെയിൻ ഇന്റർവെൻഷൻ. കാരണം നമുക്ക് ഒരിക്കലും ബ്രെയിൻ ഡെത്തിലോട്ട് ഒരിക്കലും ഒരു പേഷ്യന്റ് പോകാൻ ഒരു ആളെ സമ്മതിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം കാർഡിയാക് കംപ്രഷൻ തുടങ്ങി നമ്മുടെ മേജർ നമ്മുടെ രക്തധമനികളിലോട്ട് ആ ബ്ലഡ് എത്തണം. അപ്പൊ നമ്മൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഏതായാലും ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുവാണ്. എല്ലാവരും കരോട്ടിഡ് പൾസ്, അതായത് നമ്മുടെ ബ്രെയിനിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി. ഞാനിപ്പോ എല്ലാവരും കൂടെ അതൊന്ന് ചെയ്യിക്കാൻ പോവാണ്. കാരണം നമ്മുടെ ഈ കൈകൾ സാധാരണ കൈകളല്ല, ഒത്തിരി പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന കൈകളാണ്. ഇപ്പം ചേച്ചിയാണെങ്കിൽ അസ്റ്റർ ഹോസ്പിറ്റലിലെ ഒരു നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അപ്പൊ ചേച്ചി ഒത്തിരി പേഷ്യൻസ് രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ BSc കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പേടിയായിരുന്നു അന്നൊക്കെ. പക്ഷെ ചെറിയൊരു നോളജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ആമ്പറിൽ അടുത്തിടയ്ക്ക് ഞാനൊരു ഫ്രണ്ട് കൂടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു. CPR കൊടുത്തുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഒത്തിരി ചേച്ചികളുടെ ഒത്തിരി സ്റ്റോറീസ് പറയാൻ കാണും അങ്ങനെ ഓരോരുത്തരുടെ. അപ്പൊ നിങ്ങളെല്ലാവരും വാർത്തയെ കണ്ടു കാണും. 3-4 ദിവസം മുമ്പ് നമ്മുടെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് ടർഫിൽ കളിക്കാൻ പോയ ഒരാൾ കുഴഞ്ഞു വീണു. 30 minutes ആണ് അയാൾക്ക് CPR കൊടുത്തത്. Only because of giving CPR, they could save the life of that person. ആ 30 minutes നമുക്ക് ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എല്ലാവരും എഫിഷ്യന്റ് ആയിട്ട് ട്രെയിൻഡ് ആയിരിക്കണം CPR കൊടുക്കാൻ. എങ്കിലും നമ്മൾ ഒരാൾ ക്ഷീണിച്ചു പോകുമ്പോൾ പെട്ടെന്ന് CPR കൊടുക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് എനർജി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരാൾ. വി ആർ കംപ്രസിങ് അവർ സ്റ്റേർണം. നമ്മുടെ ഈ വാരികളുടെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തെയാണ് വി ആർ ഗോയിങ് ടു കംപ്രസ്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ബ്ലഡ് വിൽ ഇജക്ട് എഫിഷ്യന്റ്ലി ഔട്ട് ഓഫ് ദ ഹാർട്ട്. അപ്പൊ അങ്ങനെ 30 minutes കൊടുത്തുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തും. നമ്മളെല്ലാം ന്യൂസിൽ കണ്ടതാണ്. പെരിവേ നമ്മൾ അതിലോട്ട് കൂടുതലായിട്ട് നമ്മുടെ അച്ഛൻ പറയും ഹൃദയത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കണം, ഹൃദയത്തിൽ നിന്ന്. പക്ഷെ നമ്മൾ മെഡിക്കൽ ടേംസ്
പറയുകയാണ് ഈ ലിംബിക് സിസ്റ്റം ഓഫ് അവർ ബ്രെയിൻ ആണ് ആക്ച്വലി നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിലോട്ട് എത്രയും പെട്ടെന്ന് സർക്കുലേഷൻ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് സീൻ സേഫ്. ഇപ്പൊ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു, സീൻ സേഫ് ആണ് നമ്മൾ ആദ്യം ഒരാളെ നമ്മൾ നോക്കും. അതെല്ലാം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം കരോട്ടിഡ് പൾസ് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും ഈ ഒരു പോയിന്റ് നോക്കി. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി എല്ലാവർക്കും അറിയാലോ അല്ലെ? ഇതിന്റെ അടുത്ത് ഇവിടെ ഈ രണ്ട് സൈഡിലും നമുക്ക് കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ആരും പ്രസ് ചെയ്യരുത്, ബ്രെയിനിലോട്ടൊക്കെ ബ്ലഡ് സപ്ലൈ അപ്പം തന്നെ അറസ്റ്റ് ആവും. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് ഇത് നമ്മുടെ കരോട്ടിഡ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ഇതിന്റെ എല്ലാവരും ട്രൈ ചെയ്തേ. ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം കണ്ടുപിടിക്കാൻ. ഈ സൈഡിൽ രണ്ട് സൈഡിലുണ്ട്. എല്ലാവരും ഫീൽ ചെയ്യാൻ നോക്കണം. കാരണം നമുക്ക് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ആർക്കൊക്കെ കിട്ടി? ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ സൈഡിലോട്ട് ഒരാൾ അൺറെസ്പോൺസീവ് ആകുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ പൾസാണ് സെൻട്രൽ പൾസ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹാർട്ടുമായിട്ട് ഏറ്റവും അടുത്ത ആർട്ടറിയാണിത്, ഈ കരോട്ടിഡ് ആർട്ടറി. സോ വി കൻ ഫീൽ ദിസ് വൺ very immediately, and there are 9 pulses she said, but our 9 pulses നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഈ ഒരൊറ്റ പൾസ് ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. This patient is unresponsive. കയ്യിന്റെ പൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിന്റെ ബ്രേക്കിംഗ് പൾസ് ഉണ്ട്. ബാക്കി എല്ലാ പൾസിലും നമുക്ക് റേഡിയൽ പൾസ് ഉണ്ട്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഹാർട്ടുമായിട്ട് എവേയാണ്. ഹാർട്ടുമായിട്ട് ഏറ്റവും അടുത്ത് ഈ കരോട്ടിഡ് പൾസ് ആണ്. അത് നമ്മൾ മസ്റ്റ് ആൻഡ് ഷുഡ് എവരിവൺ മസ്റ്റ് ലേൺ ദാറ്റ്. അപ്പൊ എല്ലാവരും ഇത് നോക്കിയിരിക്കണം. നമുക്കത് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫീബിൾ ആയിട്ടെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കണം. നമ്മുടെ കയ്യിൽ ആകെ 10 സെക്കൻഡ്സ് കൊടുക്കും. ഇതിൽ 10 സെക്കൻഡ്സ് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ നമ്മള് എല്ലാവരും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആകണമെന്നൊന്നുമില്ല. നമ്മുടെ ഒരു സാധാരണ മനുഷ്യർക്ക് പോലും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ ഈ കൈകൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഈ കൈകൾ കൊണ്ട് എസ്പെഷ്യലി എന്നെ ഒരു നേഴ്സായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ഒത്തിരി ലൈഫ് എൻ്റെ കൈ കൊണ്ട് രക്ഷിച്ചിട്ടുണ്ട്. ഇവൻ നിയോനേറ്റൽ, പീഡിയാട്രിക് ആൻഡ് അഡൽട്ട്, ഇവൻ പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെ പോലും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്നും നന്ദി പറയുന്നത്, ദൈവമേ എന്നെ ഒരു നേഴ്സാക്കി ഞാൻ ദൈവത്തിന് നന്ദി മാത്രമേ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വി ക്യാൻ സേവ് ദ ലൈഫ് ഓഫ് ദ പേഷ്യൻറ്റ്. എനിക്ക് ഒത്തിരി ഇൻസ്റ്റൻസസ് ഉണ്ട്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, നമുക്കിവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവൻ ഐ സ്റ്റാർട്ട്സ് മൈ കരിയർ ഇൻ ആസ്റ്റർ. സോ നിയോനേറ്റൽ ICUയിൽ തന്നെ നിന്നപ്പോൾ ഒരു കുഞ്ഞ് ക്രാഷായി. ആ കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചു. അറ്റ് ദ സെയിം ടൈം പീഡിയാട്രിക്കിലാണെങ്കിലും നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് കൊണ്ട് നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് സീസൺ വരുവായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് മനസ്സിലേക്ക് വന്നാണ്. കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത്, ക്രിസ്മസിലൊരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ഞാൻ 3rd ഫ്ലോർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൂടെ റൗണ്ട്സ് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു അപ്പച്ചൻ അൺറെസ്പോൺസീവ് ആയിട്ട് എനിക്ക് തോന്നി. ഹീസ് ഇൻ ദ ഹോസ്പിറ്റൽ, ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ബട്ട് വാർഡിൽ. അപ്പം നോക്കി എനിക്കറിയാവുന്നൊരു പെട്ടെന്ന് ഈവെന്തോ എനിക്ക് 23-24 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈവൻ ഞാൻ പോലും പാനിക്കായി പോകും. ബട്ട് പെട്ടെന്ന് വി ഹാവ് ടു റിലാക്സ് അവർസെൽഫ്. ഈവൻ നമ്മൾ ഏതവസ്ഥയിലൊന്നും ഒരാൾ കൊളാപ്സ് ആയി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിന്റെ സമീപനം നമ്മൾ പാലിക്കണം. പെട്ടെന്ന് വി ഹാവ് ടു ടേക്ക് ഡീപ് ബ്രീത്ത് ആൻഡ് നമ്മളെ തന്നെ നമ്മൾ ഒന്ന് താഴ്ത്തണം ആദ്യം. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു പ്രൊഡക്റ്റീവ് ഹെൽപ്പ്, എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ടു CPR, എഫക്റ്റീവ് CPR നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം ആദ്യം. ഓക്കെ, ഐ ഹാവ് ടു ബി കാം മൈസെൽഫ് ഫസ്റ്റ്, then take deep breath and start what you know. That is very important. അതുകൊണ്ട് ഞാൻ
പേഷ്യന്റിനെ കണ്ടു, പെട്ടെന്ന് തന്നെ കോൾ ഫോർ ഹെൽപ്പ്, എമർജൻസി കോൾ വിളിച്ചു. But I checked the carotid pulse, I couldn't feel the carotid pulse. I started the CPR very immediately. So ഞാൻ ആ CPR സ്റ്റാർട്ട് ചെയ്തു. Within 2 minutes entire code blue team came and we shifted the patient to ICU. Patient revived and then sent home. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ തൂക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മച്ചി ഓടി എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. കാരണം അപ്പച്ചൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാൻ CPR കൊടുത്ത് അമ്മച്ചിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അമ്മച്ചിയോട് ഒന്ന് പറഞ്ഞു, മോളെ നീ ഒരാൾ കാരണമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയത്. ബിക്കോസ് യു സേവ് ദ ലൈഫ് ഓഫ് മൈ ഹസ്ബൻഡ്, ദാറ്റ് ഈസ് വൈ വി ആർ ടുഗദർ ഹിയർ, ഹി ഈസ് ബിഹൈൻഡ് മീ. അതിൻ്റെ അപ്പച്ചൻ ഓടി അതിൻ്റെ കയ്യെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നു. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടുന്ന ഒരു മെമ്മറബിൾ മൊമെൻ്റ് ആണ്. ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇൻസിഡൻസുകൾ അങ്ങനെ പറയാനുണ്ട്. ഈവൻ ബസ്സിൽ പോയപ്പോഴാണെങ്കിലും ഞങ്ങളൊരാളെ അൺറെസ്പോൺസീവായിട്ട് കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലാണെന്ന് തോന്നി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വിട്ടു. അവർ പിന്നെ തിരിച്ച് ആസിൽ വന്ന് ഞങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒത്തിരി ഇൻസിഡൻസസ് ഉണ്ട്. അതൊന്നും പറയാൻ സമയമില്ല. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഇതിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവരും അറിയണം എന്താണ് കോഡ് ബ്ലൂ, CPR എന്താണ്, CPRന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. മെൽബ ആദ്യത്തെ 2-3 പോയിന്റ്സ് പറഞ്ഞു. സീൻ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിങ്ങനെ ഒരാൾ അൺറെസ്പോൺസീവായിട്ട് കിടക്കുമ്പോഴേ നമ്മൾ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ചാടി കയറി പൾസ് പിടിക്കാൻ പോകരുത്. ആദ്യം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സേഫ് ആണോ, ഞാൻ സേഫ് ആണോ. അതിന് സീൻ സേഫ്റ്റിയിൽ 3 കാര്യങ്ങൾ ആദ്യമായിട്ടുള്ളത്. ഫസ്റ്റ് മൈ സേഫ്റ്റി. Okay, if I am safe, if I am in the wet floor, if I am in the middle of electricity. കാരണം ഞാൻ അങ്ങോട്ട് ജമ്പിൻ ചെയ്തിട്ട് ഇലക്ട്രിസിറ്റിയുടെ കീഴോട്ട് പോയിട്ട് ഞാനും കൂടെ ട്രബിൾഡ് ആകും. അപ്പം മൂന്നാമത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ രണ്ടിനെ റെസ്ക്യൂ ചെയ്യേണ്ടി വരും. മനസ്സിലായ എല്ലാവർക്കും? അതുകൊണ്ട് മൈ സേഫ്റ്റി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേഷ്യൻ്റ് സേഫ്റ്റി. പേഷ്യൻ്റ് ഈസ് ഇൻ ദ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, പേഷ്യൻ്റ് ആൻഡ് യു ഇൻ ദ മിഡിൽ ഓഫ് ദ ട്രാഫിക്. റോഡിന്റെ സെൻട്രിൽ കിടത്തി ഒരാളെ നമുക്ക് ഒരിക്കലും CPR കൊടുക്കാൻ പറ്റത്തില്ല. പുറകെ കൂടെ വരുന്ന വണ്ടി മുഴുവൻ നമുക്കിട്ട് തട്ടിയിട്ട് പോകും, ഇല്ലേ? എസ്പെഷ്യലി ഹെബ്ബാലിലൊക്കെ എല്ലാവരും ട്രാഫിക് കാണുന്നില്ലേ? അതുകൊണ്ട് സംഹൗ പുൾ ദ പേഷ്യൻ്റ് ടു ദ സേഫ് കോർണർ ആൻഡ് സ്റ്റാർട്ട് ദ CPR. അതാണ് സീൻ സേഫ്റ്റി. നെക്സ്റ്റ് പേഷ്യൻ്റ് സേഫ്റ്റി. നെക്സ്റ്റ് ഈസ് ദ എൻവയോൺമെന്റൽ സേഫ്റ്റി. എൻവയോൺമെന്റൽ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ്. നമ്മൾ വാഷ്റൂമിലാണോ, നമ്മുടെ വീടിൻ്റെ അകത്താണോ, ഹോസ്പിറ്റലാണോ, നമ്മൾ വാഷ്റൂമിലാണോ, അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളും കൂടി എനിക്ക് സ്ലിപ്പായി പോവുക. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. പ്രത്യേകം നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? 3 കാര്യങ്ങൾ. സീൻ സേഫ്റ്റിയിൽ മൈ സേഫ്റ്റി, പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റൽ സേഫ്റ്റി. അത് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിയുമ്പോൾ ചെക്ക് ഫോർ റെസ്പോൺസ്. ഇത് നമ്മൾ 1 മണിക്കൂർ എടുത്ത് നോക്കേണ്ട കാര്യമില്ല. വിത്തിൻ സെക്കൻഡ്സിൽ നമ്മൾ ഇത് ചെയ്യണം. ഞാൻ പറയാം എത്ര സെക്കൻഡ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ചെക്ക് ഫോർ റെസ്പോൺസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡ്യൂ ടു വേരിയസ് റീസൺസ് വൺ പേഷ്യൻ്റ് മേ കൊളാപ്സ്. അതിൻ്റെ കാര്യമാണ് മെൽബ പറഞ്ഞത്. ലോ BP ആകാം, ലോ ഷുഗർ ആകാം, സ്ട്രോക്ക് ആയിരിക്കും ചിലപ്പോൾ പേഷ്യൻസിന്, ചിലപ്പോൾ സീഷർ ആയിരിക്കും, ചിലപ്പോൾ വേറെ ഡ്യൂ ടു സം അതർ സെപ്സിസ് പേഷ്യൻ്റ് മേ ഗോ ഫോർ ഷോക്ക് ആയിരിക്കും. അപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ത് കാര്യത്താലാണോ ഒരാൾ കുഴഞ്ഞു വീണത്. മിക്കവാറും സിങ്കോപറ്റായിക് ആയിരിക്കും. എസ്പെഷ്യലി രാവിലെ പള്ളി വരുന്നവർ. നമ്മൾ യാക്കോബിൻസുകാർ രാവിലെ ആരും ഫുഡ് കഴിച്ചിട്ടൊന്നും പള്ളി വരാറില്ല. എൻ്റെ മോക്കും ഉണ്ടായിട്ടുണ്ട്, സിങ്കോപറ്റായിക് ഉണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ ഓടിച്ചത് തരും നമ്മൾ CPR കൊടുക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് റെസ്പോണ്ട് മനസ്സിലാക്കണം, ആൾ ഓക്കെ ആണോ എന്നുള്ളത്. എന്നിട്ട് അത് ഏത് തരത്തിലുള്ള അൺറെസ്പോൺസീവ്നെസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇഫ് ഇറ്റ് ഈസ് CPR സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ മാത്രമേ നമ്മൾ കാർഡിയക് കംപ്രഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഹാർട്ട് പൾസ് ഉള്ള ഒരാൾക്ക് കയറി നമ്മൾ എന്തെങ്കിലും അതായത് അതിനാണ് ഞങ്ങൾ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഈ ഹാർട്ട് പമ്പ് ഫങ്ഷൻ ചെയ്യുന്ന ഒരാളെ കയറി നമ്മൾ CPR കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് പറഞ്ഞുതരാം എങ്ങനെയാണ്. ആദ്യമായിട്ട് ഒരാൾ അൺറെസ്പോൺസീവായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് 2 ഷോൾഡറിലും കൂടെ നന്നായിട്ട് അങ്ങ് ടാപ്പ് ചെയ്യുക. അപ്പം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഈ രീതി നമ്മൾ ടാപ്പ് ചെയ്യണം. എന്നിട്ട് ചോദിക്കണം ആർ യു ഓക്കെ. പേരറിയാവുന്ന ആളാണ് പേര് വിളിക്കണം. ബിക്കോസ് ഒരു പേഷ്യൻ്റ് അൺകോൺഷ്യസ് മൈൻഡിലാണെങ്കിൽ അവരുടെ പേര് മറ്റൊരാൾ വിളിച്ചാൽ അവർ എഴുന്നേൽക്കും, അല്ലേ? ടാപ്പ് ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് ആർ യു ഓക്കെ എന്ന് ചോദിക്കുക. 2 പ്രാവശ്യം നന്നായി കട്ടിയായിട്ട് ടാപ്പ് ചെയ്യുക. റെസ്പോണ്ട് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ സ്റ്റിൽ ദ പേഷ്യൻ്റ് ഈസ് അൺറെസ്പോൺസീവ്. പേഷ്യൻ്റ് നീഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ. മെഡിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്ലീസ് ഗോ അഹെഡ് സ്റ്റാർട്ട് CPR ആഫ്റ്റർ ചെക്കിംഗ് കരോട്ടിഡ് പൾസ്. If pulse is not ready there, please start CPR.
അതെങ്ങനെയാ CPR ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കുകൾ കാണിച്ചു തരാം. സോ സ്റ്റാർട്ട് CPR ഇമ്മീഡിയറ്റ്ലി. അതിന്റെ ഡെമോ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ എനിക്ക് തന്നെ CPR കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ കൂടെ വേറൊരാളും കൂടെ വേണ്ടി വരും. ആരെങ്കിലും ഒന്ന് ഓടി വരണേന്ന് നമുക്ക് പറയാം നമ്മുടെ ഓൺ ഭാഷയിൽ, അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ്പ്. നമുക്ക് ഏത് ഭാഷയിലാണോ മറ്റൊരാളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. കാരണം ആ സമയത്ത് നമ്മൾ അയ്യോ എനിക്കിവിടെ കിടന്ന് അലറാൻ പറ്റത്തില്ല, ഞാൻ ഷെയിം ഒന്നും നോക്കണ്ട. നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്താ? ഒരു ജീവൻ രക്ഷിക്കുക. സോ കോൾ ഫോർ ഹെൽപ്പ്. ഈവൻ ഹോസ്പിറ്റലാണേലും ഞാൻ സ്ക്രീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല ഹോസ്പിറ്റൽ സെറ്റപ്പിൽ, ബട്ട് മൈ അൾട്ടിമേറ്റ് ടാർഗറ്റ് ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് ദ പേഷ്യന്റ്. ഞാൻ പറയാം, ഇൻ കേസ് നമുക്ക് ആംബുലൻസ് ആണെങ്കിൽ നമുക്ക് വീട്ടിലാണെങ്കിൽ 108, 112 ഫോർ എനി അതർ എമർജൻസീസ്, ഫയർ ആണെങ്കിലോ എനി അതർ വയലൻസ്, എനി അതർ ബോംബ് ത്രെറ്റ്, അതൊക്കെ ആണെങ്കിൽ 112 വി ക്യാൻ കോൾ. പിന്നെ യൂഷ്വലി 9 areas ഓൾറെഡി 9 areas of pulse checking we told we will only select carotid pulse, but in case of cardiac arrest carotid pulse is the only pulse will be feeble. As I said, if it is closest to the heart and that artery is the most prominent artery. Okay, so we can check that carotid pulse. Okay, then pulse checking must be 5 seconds. If 5 seconds less ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മോർ ദാൻ 5 സെക്കൻഡ് നമുക്ക് എടുക്കാനില്ല. കാരണം ആ ഒരു ക്രൂഷ്യൽ ടൈമാണ്, അത് ഗോൾഡൻ ടൈം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരാളെ അൺറെസ്പോൺസീവ് ആയിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ തൊട്ട് CPR നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയം വരെയുള്ള സമയം എന്ന് പറയുന്നത് ഗോൾഡൻ ടൈമാണ്. ആ ഗോൾഡൻ ടൈം നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമുക്ക് നന്നായിട്ട് രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ CPR എഫക്റ്റീവ് അല്ലെങ്കിൽ ആള് ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും, ബട്ട് അവർക്ക് അതായത് ഹാർട്ടിലേക്കുള്ള ആ ഒരു ഫുൾ അത് ഞാൻ ഇപ്പോൾ വരുന്നുണ്ട് അടുത്ത ഇതില് കേട്ടോ. പൾസ് ചെക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു, നോട്ട് മോർ ദാൻ 5 seconds. ഇഫ് പൾസ് ഈസ് there is no CPR, no active intervention of CPR for if pulse is there. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവാത്തതൊന്ന് കൈ വെക്കണം കേട്ടോ ഇടയ്ക്ക്. If pulse is there, there is no CPR. Okay, and for that what we have to do, we have to observe the patient. പക്ഷേ in between 2 seconds 2 minutes നമ്മൾ പൾസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോ പൾസ് നോ റെസ്പിറേഷൻ. അവിടെയാണ് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സീൻ സേഫ്റ്റി, ആഫ്റ്റർ ദാറ്റ് സ്റ്റാർട്ട് CPR. സീൻ സേഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിങ് CPR വരെ ഗോൾഡൻ ടൈം. അത് ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് CPR തുടങ്ങുന്നത്? നമ്മൾ പേഷ്യന്റിന്റെ ചെസ്റ്റിന്റെ ഭാഗം കാണിച്ചു തരാം. അവിടെ കൈ വെച്ച് കഴിയുമ്പോൾ നമുക്ക് 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ്. നമ്മൾ നേരത്തെ പറയായിരുന്നു പുഷ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. ഈ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇത് 100 to 120 പെർ മിനിറ്റ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇതാണ് നമ്മുടെ ഈ നിപ്പിൾ ലൈനിന്റെ ഇവിടെ നമ്മൾ ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പൊസിഷൻ വരും. അവിടെ നമ്മുടെ ഹീൽ ഓഫ് ദ ഹാൻഡ് നമ്മൾ ഇങ്ങനെ വെക്കണം. നമ്മളെല്ലാവരും നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ചേച്ചി കാണിക്കുമ്പോ എല്ലാവരും അവരുടെ ഡോമിനന്റ് ഹാൻഡ്, നമ്മുടെ അധികം പേർക്ക് റൈറ്റ് സൈഡ് ആണ് നമ്മുടെ ഡോമിനന്റ് ഹാൻഡ്. എല്ലാവരും ഇങ്ങനെ കൈ എടുത്ത് വെച്ച് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും പിന്നെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കൈ വെക്കുക, എന്നിട്ട് ഈ കൈ നമുക്ക് ഏത് കൈയാണോ മെജോറിറ്റി എല്ലാവരും ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും ആദ്യം വെച്ചിട്ട്, റൈറ്റ് ഹാൻഡ് ആയിരിക്കും. നമ്മളെല്ലാം റൈറ്റ് ഹാൻഡഡ് അല്ലേ? റൈറ്റ് ഹാൻഡഡ് ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് വിടാൻ പാടില്ല. നമ്മുടെ വാച്ച് മോതിരം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ CPR പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈ നമ്മൾ ഇതായിട്ട് വെക്കണം. എന്നിട്ട് ഇങ്ങനെ കൈ വെക്കുക, എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, അപ്പം എൻ്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ പ്രൊമിനൻ്റ് ആയിട്ടിരിക്കും. ആ ഭാഗം ഞാൻ ഈ ചെസ്റ്റിൽ നമ്മുടെ ഹാർട്ട് എവിടെയാണോ അതിന് മേളിലേക്ക് കൊണ്ടുവെക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൈ കണ്ടോ, എൻ്റെ ഷോൾഡർ കണ്ടോ? ഒരിക്കലും നമ്മുടെ വെയിറ്റ് നമ്മുടെ ഷോൾഡറിലല്ല, ഹിപ്പിന്നാണ് നമ്മുടെ പോകേണ്ടത്. ഈ ഷോൾഡർ ലൈൻ എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും എൽബോ ബെൻഡ് ആവരുത്. എൽബോ ബെൻഡ് ആയ എഫിക്കസി ഓഫ് ദ CPR വിൽ നോട്ട് ബി എഫക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റില് അറ്റ്ലീസ്റ്റ് 100 to 120 കംപ്രഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. അതായത് ഒരു സെക്കൻഡിൽ 2 കംപ്രഷനെങ്കിലും കൊടുക്കാൻ പറ്റണം. അത് ഒന്നാമത്തെ കാര്യം. 2, നമ്മൾക്ക് വി ഷുഡ് ഗിവ് ടൈം ടു റീകോയിൽ. കംപ്രസ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു ഗ്യാപ്പും അതിൽ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇറ്റ് ഷുഡ് ബി അറ്റ് ദ സ്പീഡ് ഓഫ് 100 to 120 compression per minute.
9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഇതിന്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നമുക്കിപ്പം 2 to 2.5 അല്ലെങ്കിൽ 5 to 6 സെന്റിമീറ്റർ ഡെപ്ത് പോകണം, എങ്കിൽ മാത്രമേ നമ്മുടെ വാരിയയിൽ ഇറ്റ് വിൽ കംപ്രസ് അവർ ഹാർട്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കാം 1/3 ഓഫ് ദ ചെസ്റ്റ് സൈസ്. ഇപ്പൊ നമുക്ക് ഒരാൾ കിടക്കും പറയാം, അയാളുടെ 1/3 ഓഫ് ദ ഡെപ്ത് വേണം നമ്മൾ എപ്പോഴും കംപ്രഷൻ ചെയ്യാൻ. കേട്ടോ, ഞാൻ ഒരിക്കലും എന്റെ കൈ വളയാൻ പാടില്ല, എന്റെ ഷോൾഡർ വളയാൻ പാടില്ല. ഇത് ഞാൻ ഇങ്ങനെ നമ്മുടെ ഫോഴ്സ് ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും CPR എഫക്റ്റീവ് ആവില്ല. ബ്ലഡ് വിൽ നോട്ട് ഇജക്ട് ഫ്രം ദ ഹാർട്ട്. അപ്പൊ എപ്പോഴും നമ്മൾ നമ്മുടെ ഹിപ്പ് ജോയിന്റിൽ നിന്ന് വേണം നമ്മുടെ പ്രഷർ കൊടുക്കാൻ. ഇപ്പൊ നമുക്ക് ബെഞ്ചൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല, ബസ്സിലായിരിക്കും, റെയിൽവേ സ്റ്റേഷനിലായിരിക്കും. അപ്പൊ നമ്മൾ ആളെ സീറ്റ് ചെയ്ത് മാറ്റി നിലത്ത് കിടത്തിയിട്ട് നമ്മൾ മുട്ടുകുത്തി നിന്നിട്ട് വേണം നമ്മൾ CPR കൊടുക്കാൻ. നമ്മൾ മടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, അത് ഒരിക്കലും എഫക്റ്റീവ് ആവില്ല. അപ്പോഴേക്ക് നമുക്ക് ആള് മാറി വരാൻ ഒരാളും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോൾ ഫോർ ഹെൽപ്പ് പറഞ്ഞത്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫോൺ സ്പീക്കർ മോഡിൽ വേണം, അത് വെച്ചോണ്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്പീക്കർ മോഡിലിട്ട് ആരെങ്കിലും വരാനുണ്ടെങ്കിലോ നമുക്ക് ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ടെങ്കിലോ സ്പീക്കർ മോഡിലിട്ട് തന്നെ വേണം നമ്മൾ ഫോൺ കൺട്രോൾ ചെയ്യാൻ. ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, നമ്മളെല്ലാവരും ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ ആയിരിക്കും അധികം യൂസ് ചെയ്യേണ്ടി വരിക. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാന്ന്? കാരണം നമ്മൾ പുഷ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് 100 to 120, 1/3 ഓഫ് ദ ചെസ്റ്റിൽ ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ അഡപ്ത് മെൽബ പറഞ്ഞതുപോലെ താഴേക്ക് പ്രസ് ചെയ്യുക. പ്ലീസ് അലൗ ദ ചെസ്റ്റ് ടു റീകോയിൽ കംപ്ലീറ്റ്ലി. ചെസ്റ്റിന്റെ അതായത് നമ്മുടെ ഹാർട്ടിന്റെ അകത്ത് ബ്ലഡ് ഒന്നുമില്ല, അതിങ്ങനെ നമ്മൾ പമ്പ് ചെയ്ത് അകത്തോട്ട് കയറ്റിയിട്ട് അങ്ങനെ നമ്മുടെ ജസ്റ്റ് വെയിറ്റ് ഫോർ സെക്കൻഡ്സ്. റീഫില്ലിംഗ് ദ ഹാർട്ട്, ആ ബ്ലഡ് ഹാർട്ടിൽ ഫിൽ ആവണം, എങ്കിൽ മാത്രമേ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗോ ഇജക്ട് ഔട്ട് ഓഫ് ദ ഹാർട്ട് ആൻഡ് റീച്ച് അവർ ബ്രെയിൻ. വൈറ്റൽ ഓർഗൻസിലേക്ക് എല്ലാം ബ്ലഡ് നമ്മൾ അടിച്ച് ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ വൈറ്റൽ ഓർഗൻസിലേക്ക് ബ്ലഡ് പുഷ് ചെയ്ത് വിടുക. അപ്പം അതിനാണ് ഞാൻ പറയുന്നത്, നേരത്തെ നമ്മുടെ കംപ്രഷന് അലോ ദ ചെസ്റ്റ് ടു റീകോയിൽ കംപ്ലീറ്റ്ലി. അല്ലെങ്കിൽ പിന്നെ ഈ കൈ വളയ്ക്കാൻ പറ്റത്തില്ല, ഷോൾഡർ വളയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഹാർട്ടിൻ്റെ അത് ഫുള്ള് ബ്ലഡ് നമ്മൾ കൊണ്ടുവരിക. ഈ കൊണ്ടുവന്ന ബ്ലഡിനെ നമ്മൾ പുഷ് ചെയ്ത് താഴ്ത്തിയിട്ട് നമ്മൾ വൈറ്റൽ ഓർഗൻസിലേക്ക് എല്ലാം വിടുക. ചില പേഷ്യൻസ് ഒക്കെ കാർഡിയക് അറസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു 45 വയസ്സുള്ള ഒരാള് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹീസ് എ ലോയർ. ഓക്കെ, അതെ, പുള്ളി എവിടെയോ ഒരു സ്ഥലത്തായിരുന്നു. പുള്ളിക്ക് കൊടുത്ത CPR ആൾക്കാർ കണ്ടത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. പുള്ളി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ബ്രെയിനെ വലിയ അഫക്റ്റ് ചെയ്തു. കാരണം ആരാണ് ഫസ്റ്റ് റെസ്ക്യൂവർ? അതാണ് ഞാൻ പറഞ്ഞ ഗോൾഡൻ ടൈം. ഫസ്റ്റ് റെസ്ക്യൂവർ എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യം ഒരു അൺറെസ്പോൺസീവ് ആയിട്ട് കിടക്കുന്നത് കണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ജീവനെ രക്ഷിക്കുക, അത് നന്നായിട്ട് രക്ഷിക്കുക. ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ഇങ്ങനെ കോമയിൽ വർഷങ്ങളോളം കിടക്കും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കിടക്കുന്ന ആർക്കും കഷ്ടപ്പാട്, അവർക്ക് എല്ലാവർക്കും കഷ്ടപ്പാട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ അൺറെസ്പോൺസീവ് ആയിട്ട് കണ്ടു കഴിഞ്ഞു, കരോട്ടിഡ് പൾസ് ഇല്ല, നമ്മൾ അയാൾക്ക് എഫക്റ്റീവ് CPR ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി വിൽ ആസ്ക് എവരിവൺ ടു കം ആൻഡ് ഡു ദിസ്. നിങ്ങൾ ഇത് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു സ്കൂളിലൊരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഓർത്തു ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സംഭവിക്കില്ല, അയൽവക്കത്തെ വീട്ടിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങി, ഞാനും ഇങ്ങനെയൊക്കെയാണ് എല്ലാ CPRന്റെ ക്ലാസ്സും കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓർത്തുകൊണ്ടിരുന്നത്. ഒരു ചോക്കിങ്ങിന്റെ ക്ലാസ്സും ഒരു CPRന്റെ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർത്തു, ഇതൊന്നും എനിക്കൊന്നും സംഭവിക്കത്തില്ല, എൻ്റെ വീട്ടിലൊന്നും സംഭവിക്കത്തില്ല. ബട്ട് അതെൻ്റെ മക്കൾക്ക് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഐ നോ ദാറ്റ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ദൈവത്തിന് മുമ്പിൽ നമുക്കും ജീവൻ കടപ്പെട്ടവരാണ്, ജീവൻ രക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. ബാക്കി 2-3 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡെമോൺസ്ട്രേഷനിലോട്ട് നേരെ പോകാം കേട്ടോ. ഇനി അഡൽട്ടിന് 2 ഇഞ്ചാണ് നമ്മൾ താഴേക്ക് കൈ പ്രസ് ചെയ്ത് താഴ്ത്തേണ്ടത്. അത് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി പീഡിയാട്രിക്കിലാണെങ്കിൽ 1:5 ഇഞ്ചസ്, അതായത് 4 സെന്റിമീറ്റർ താഴേക്ക്. അതെങ്ങനെയാണ് ഇപ്പോൾ കാണിച്ചു തരും. നമ്മൾ 2 ഫിംഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തമ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അധികവും ബേബീസിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് തമ്പ് 2 യൂസ് ചെയ്യുക. ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ വട്ടത്തിലെടുത്തിട്ട് കൊച്ചിനെ ഇങ്ങനെ ചെറിയ പിള്ളേരാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാം. നമ്മുടെ 2 തമ്പ് ഇവിടെ വരണം. ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ പോർത്തിട്ട് ഈ തമ്പ് വെച്ച് വേണം നമ്മൾ പ്രസ് ചെയ്യാൻ. അതിങ്ങനെ താന്നോളൂ ജസ്റ്റ്. കാരണം പിള്ളേർക്ക് നമുക്ക് ഒരു പരിധി കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇച്ചിരി വലിയ പിള്ളേരാണെങ്കിൽ നമ്മൾ അഡൽട്ടിന് 2 ഹാൻഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഒരാളെ നോക്കുമ്പോൾ ഒരു അഡൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അഡൽട്ടിന്റെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. പീഡിയാട്രിക് രീതിയിൽ പോകരുത്. ചിലപ്പോൾ ഒരു
12 വയസ്സായ കൊച്ചായിരിക്കും, പക്ഷെ ഒരു അഡൽറ്റിന്റെ മെച്യൂരിറ്റി ഉണ്ട്, ശാരീരിക വലിപ്പം ഉണ്ടെങ്കിൽ വി ഷുഡ് കൺസിഡർ ആസ് അഡൽറ്റ്. അല്ലെങ്കിൽ നമുക്ക് പീഡിയാട്രിക്സ് ഒരു അത്യാവശ്യം മുതിർന്ന ഒരു കുട്ടിയാണെങ്കിൽ ഫിംഗർ പറ്റാം, അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്ത് വേണം കംപ്രഷൻ കൊടുക്കുക. സെയിം തന്നെ നമ്മുടെ ഫോഴ്സ് ഷുഡ് ബി ഫ്രം ദ ഹിപ്പ്. നമ്മുടെ ഷോൾഡർ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം, സിംഗിൾ ഹാൻഡ് കൊണ്ട് വേണം കൊടുക്കുക. ചെറിയ ഈ സ്ഥലത്തായിരിക്കും നമ്മുടെ മൂവ്മെന്റ്, ഇവിടെ നിന്നാണ് നമ്മുടെ ഫോഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ ഈ 30 കംപ്രഷൻ ചെയ്ത് കാണിച്ചില്ലേ, അത് 30 പ്രാവശ്യം അഡൽറ്റിനാണെങ്കിൽ 30 പ്രാവശ്യം പ്ലസ് 2 ബ്രീത്ത്. ആ ബ്രീത്ത് എങ്ങനെ കൊടുക്കണേന്ന് പറഞ്ഞാൽ എൻ്റെ വായ പേഷ്യന്റിന്റെ വായ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ പീപ്പിൾ അത് എന്തെങ്കിലും ഒരു ടവലോ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കോട്ടന്റെ ഒക്കെ ഷോളോ എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അതിങ്ങനെ വെച്ചിട്ട് പേഷ്യന്റിന്റെ നമ്മുടെ വായിക്കകത്തേക്ക് ആക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു നോർമൽ ബ്രീത്ത് എടുത്തിട്ട് ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? കാരണം അപ്പോ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആളുടെ മൂക്ക് കിടക്കുന്ന ആളുടെ വിക്റ്റിമായിട്ട് കിടക്കുന്ന പേഷ്യന്റിന്റെ മൂക്ക് നമ്മൾ പൊത്തിപ്പിടിച്ചിട്ട് എൻ്റെ ആ കിടക്കുന്ന ആളുടെ വായിക്കകത്താക്കിയിട്ട് ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട്. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, ഓവർ ഹൈപ്പർ വെന്റിലേറ്റ് ആക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ ലങ്സിനും ഒക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൽ കൂടി വേഗം നമ്മൾ ബ്ലോ ചെയ്യരുത് കേട്ടോ. കാരണം ഓൾറെഡി അവര് അൺറെസ്പോൺസീവ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പീഡിയാട്രിക്കിനാണെങ്കിൽ 15:2. ഒരു റെസ്ക്യൂവർ ആണെങ്കിൽ ഒരാളെ ഉള്ളൂ, ഞാൻ ഒരാളെ ഉള്ളെങ്കിൽ എനിക്കിങ്ങനെ 30 പ്രാവശ്യം പ്രസ് ചെയ്തുകൊണ്ടിരിക്കാം, എന്നിട്ട് ഞാൻ 2 ബ്രീത്ത് കൊടുക്കും. ഇപ്പൊ എനിക്ക് 2 പേരുണ്ട്, ഞാനും മെൽബി ഉണ്ടെങ്കിൽ 15:2 ആയിരിക്കും പീഡിയാട്രിക്കിന് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നമ്മൾ ശ്വാസം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സെക്രീഷൻസ് ഒക്കെ വായി കാണും. അപ്പൊ നമ്മൾ ഒരിക്കലും ആ സെക്രീഷൻസോട് കൂടി ഒരിക്കലും നമ്മൾ മൗത്ത് കൊടുക്കരുത്. നമ്മൾ അന്നേരം ഇഫ് യു ബ്രീത്ത്, നമ്മുടെ പേഷ്യൻസിന്റെ മൗത്ത് നമ്മൾ എയർ ബ്ലോ ചെയ്യുമ്പോൾ സെക്രീഷൻസ് ഒക്കെ വായി കിടക്കുവാണെങ്കിൽ അത് ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് നോക്കണം. അധികം നമ്മൾ പബ്ലിക് സ്പേസിൽ കൊടുക്കാറില്ല, ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോൺ പേഴ്സൺസ് ആയിരിക്കും അധികം അങ്ങനെ വീഴുന്നതല്ലേ. അപ്പൊ നമ്മൾ അവരെ പേര് വിളിച്ച് എന്നെ നോക്കുക, പിന്നെ അവർക്ക് എന്തെങ്കിലും കാർഡിയാക് ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമുക്കറിയാം. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മൗത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ബ്രേക്ക് കൊടുത്തിട്ട് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് CPR. കാരണം നമുക്ക് എത്രത്തോളം നേരം നമുക്ക് CPR കൊടുക്കാൻ പറ്റും, എപ്പോൾ നമുക്ക് CPR നിർത്താം. ആൾ അവേക്ക് ആയിരിക്കണം, ആൾ റെസ്പോൺസീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് CPR നിർത്താം. പക്ഷെ ആ റെസ്പോൺസീവ് ആയ ആളും വീണ്ടും അൺകോൺഷ്യസ് ആവാൻ സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു പൾസ് കിട്ടുന്നത് വരെ നമ്മൾ CPR കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നമ്മൾ മടുത്തു പോയാൽ CPR കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മൾ അത്ര എനർജി യൂസ് ചെയ്താണ് CPR കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 10 മിനിറ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ടയർഡോ, അപ്പോഴേക്കും നമ്മൾ ഒരു അടുത്ത ആളെ വിളിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഒക്ടോബർ മന്ത് എവറി പീപ്പിൾ ഹാവ് ടു ബി ട്രെയിൻഡ് വിത്ത് CPR. അപ്പൊ നമുക്കൊരു പബ്ലിക് സ്പേസിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാളല്ലെങ്കിൽ ഒരാളെ കൊണ്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൈകൾ സാധാരണ കൈകളല്ല, ഐ ക്യാൻ സർവൈവ് എ പേഴ്സൺ. നമുക്ക് ഓരോരുത്തർക്കും ലൈഫ് സേവർ ആവാൻ കഴിയും. കാരണം നമ്മൾ ഈ ടെക്നിക്ക് മാത്രം പഠിച്ചാൽ മതി, എനി ടൈം എനിവേ. പിന്നെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും അൺറെസ്പോൺസീവ് ആയിട്ട് കണ്ടു, നിങ്ങൾ CPR തുടങ്ങി, ആൾക്ക് പൾസ് ഉണ്ട്, എങ്ങനെയെങ്കിലും അവരെ ഒരു ആംബുലൻസ് വിളിച്ച് അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കുക. അത് പറ്റുവാണെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പോകുന്ന വഴിക്കും വണ്ടിയിൽ വെച്ച് നമുക്ക് CPR കൊടുക്കാം. ആളെ കാറിലേക്കാണെങ്കിൽ കാറിലേക്ക് കിടത്തുക, നേരെ കിടത്തുക, കാലിച്ചിനെ കൊണ്ട് പോയാൽ വരില്ല, ജസ്റ്റ് ഇതായിട്ട് വെക്കുക. പറ്റുവാണെങ്കിൽ നീളമുള്ള വണ്ടി എവിടെ നിങ്ങൾ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ കാറിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് മുട്ടുകുത്തി നിന്ന് അവർക്ക് CPR കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കാലിച്ചിനെ അകത്ത് നിന്ന്, കാരണം നമുക്ക് നമ്മുടെ ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, വി ക്യാൻ ഗിവ് ദാറ്റ്, വി ക്യാൻ സേവ് ദി ലൈഫ് ഓഫ് ദ പേഷ്യന്റ്. പിന്നെ കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യുക, ബീറ്റിംഗ്. അതുപോലെ തന്നെ പമ്പിംഗ് ഓഫ് ദ ബ്ലഡ് where the patient suddenly collapses. There is no time and there will not be any pulse. We have to start CPR in case of cardiac arrest. Okay. So heart attack എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ചെസ്റ്റ് പെയിൻ കാണും, പക്ഷെ ഭയങ്കര സ്വെറ്റിംഗ് ആയിരിക്കും, ജോയിന്റ് ഇൻസൈഡിൽ പെയിൻ ഉണ്ടായിരിക്കും, പിന്നെ ലെഫ്റ്റ് ഹാൻഡിൽ പെയിൻ ഉണ്ടായിരിക്കും. We have to take him to the emergency department. ആ സമയത്ത് നമ്മൾ CPR തുടങ്ങുന്നില്ല ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ. കാരണം എന്താ, അങ്ങനെ പൾസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് എമർജൻസി
ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുക, ECG എടുക്കുക, ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഇന്റർവെൻഷൻ തേടുക കേട്ടോ. അതാണ് ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം, ചോക്കിങ്ങിന്റെ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകട്ടെ. ചോക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കരുത്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ചോറിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമ്മുടെ ലങ്സിലേക്ക് ഇങ്ങനെ മൈക്രോ മോളിക്യൂൾസ് പോകുന്ന ആ ഒരു അവസ്ഥയാണ്. ലങ്സിലേക്ക് എയർ ഇല്ലാതെ വേറെ എന്ത് പോയാലും അത് ചോക്കിങ്ങിന് കാരണമാകും. പക്ഷേ അത് പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റിയില്ലെങ്കിൽ ആ ലൈഫ് അവിടെ തന്നെ വെച്ച് തീരും. അതിന് ഇപ്പം യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ് എന്ന് പറയുന്നത് 2 കൈ. ഇപ്പൊ നമ്മൾ ഹോട്ടലിലൊക്കെ ഇരുന്ന് തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ 2 കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. അതാണ് യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിംഗ്. എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുക, ആരെങ്കിലും വന്ന് നിങ്ങളെ രക്ഷിക്കും. കാരണം ചോക്കിംഗ് ഉള്ള ഒരാള് അവരെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഒരാൾക്ക് ചോക്ക് ചെയ്തെന്ന് മനസ്സിലായാൽ വി ഹാവ് ടു എൻകറേജ് ദം ടു കഫ് ഔട്ട്. ചുമയ്ക്കുക, നന്നായിട്ട് ചുമയ്ക്കുക, ചുമച്ച് തുക്കുക എന്ന് പറയുന്നത്. ഈ അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ. ഇങ്ങനെ 2 കൈയും വേണം, 2 കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഓക്കെ. പിന്നെ അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ചോക്കിങ്ങിന് അത് ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ഹെംലിക് മാനുവർ എന്നാ പറയുന്നത്. ഇങ്ങനെ ഒരാളുടെ പുറകിൽ നിൽക്കുക, ഒരാളെ ഇങ്ങനെ ഒരാളുടെ പുറകിൽ ഞാൻ നിൽക്കുക, എന്നിട്ട് ആളുടെ കാല് ഞാൻ സേഫ് ആയിട്ട് നിൽക്കുക. കാരണം ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തെറിച്ച് വീണു പോകും. ഹെംലിക് മാനുവറിൽ പെർഫോം, അതായത് സ്റ്റാൻഡ് ബിഹൈൻഡ് വൺ പേഴ്സൺ ആൻഡ് മേക്ക് എ ഫിസ്റ്റ് വിത്ത് 1 ഹാൻഡ്. ഒരു കൈ വെച്ച് ഫിസ്റ്റ് ആക്കുക, റൈറ്റ് കൈ വെച്ച് ഫിസ്റ്റ് ആക്കുക, ലെഫ്റ്റ് ഹാൻഡ് അതിന് മേളിൽ പിടിക്കുക. എന്നിട്ട് ഗ്രാസ് ദ ഫസ്റ്റ് ഹാൻഡ് വിത്ത് ദ ലെഫ്റ്റ് ഹാൻഡ്. അത് കഴിഞ്ഞിട്ട് പെർഫോം അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറയുന്നത്. പെർഫോം ചെയ്യാൻ 5 അബ്ഡോമിനൽ ത്രസ്റ്റ് until the foreign body come out. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മോഷൻ ചെയ്യുവാണെങ്കിൽ, അങ്ങനെ ഞാൻ എൻ്റെ മോന് ചെയ്തിട്ടുണ്ട്, അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് തന്നെ ഞാൻ ചോക്കിങ്ങിന്റെ ക്ലാസ് എൻ്റെ ഹോസ്പിറ്റലിൽ അറ്റൻഡ് ചെയ്ത. അവിടെ ഇന്ന് ചിരിച്ച് കളിച്ച് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയില്ല, ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്നത് റിയൽ സിനാരിയോയിൽ ഡെമോൺസ്ട്രേഷൻ. നമ്മളൊരു പച്ചക്കപ്പ തിന്നു, ചെണ്ടക്കപ്പ തിന്നു, അത് അവൻ്റെ വായിലേക്ക് പോയി. പെട്ടെന്ന് അവന് കുറച്ച് പെട്ടെന്ന് ആസ്പിരേറ്റ് ആയിപ്പോയി. പക്ഷെ അത് അങ്ങനെ തന്നെ തിരിച്ചു വരും. പക്ഷെ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ അത് ശരിക്കും വന്നില്ല. രണ്ടാമത്തെ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ചിലപ്പോൾ നമ്മളെ കഴിഞ്ഞ് സ്ട്രോങ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പൊ നമ്മൾ എവിടെ സീൻ സേഫ്റ്റി, നമുക്ക് ബാലൻസ് കിട്ടണം. നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്നിട്ട് അവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കണം. നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെയാണ്, ഒരു ഭിത്തിയോട് ചേർന്ന് നമ്മൾ നിൽക്കണം. കാരണം നമ്മുടെ ബാലൻസ് തെറ്റിപ്പോയി നമ്മൾ വീഴാൻ പാടില്ല. ആദ്യത്തെ 3 സ്ട്രോക്കിൽ ഇത് വന്നില്ല തിരിച്ച്. സത്യം പറഞ്ഞാൽ ഐ തോട്ട് ലൈക്ക് ഐ ലൂസ് മൈ ചൈൽഡ് ശരിക്കും. പക്ഷെ പിന്നെ എന്തോ ഒരു ദൈവത്തിന്റെ ശക്തി ഇങ്ങനെ കിട്ടി, അവനെ പിടിച്ച് പുള്ളി ഉണ്ടായിരുന്നില്ല, 2 പേരും കൂടെ പിടിച്ചങ്ങ് നിർത്തിയിട്ട് അത് ഇങ്ങനെ അങ്ങ് എടുത്തപ്പോൾ ആ സാധനം താഴേക്ക് പോയി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വേഗം കൊണ്ടുപോയി. ദാറ്റ് ഈസ് ദ വേ. അത് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലും ആർക്കും വരാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഏത് കൊച്ചിനും വരാം, ഏത് വലിയവർക്കും വരാം. ഞാൻ നഴ്സിംഗ് പഠിച്ചോണ്ടിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു അമ്മച്ചി ഞങ്ങൾ ഇങ്ങനെ റൗണ്ട്സിൽ പോയപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് ചോറ് കഴിച്ചോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചപ്പോൾ അമ്മച്ചിയോട് മരിച്ചു കിടപ്പുണ്ട്. കാരണം ചോക്ക് ചെയ്തു, ചോറകത്ത് പോയി, ആരും ഇല്ലായിരുന്നു കൂട്ടത്തിൽ. ഞങ്ങൾ കണ്ടത് ആണ് ചോറുകൊണ്ടിരിക്കുന്നത്. ഒരു ചുമച്ച് തുപ്പാൻ പോലും ആ ഭാഗത്തിന് പറ്റിയില്ല, ആരെയും വിളിക്കാൻ പറ്റിയില്ല, അമ്മ മരിച്ചു. അങ്ങനെ പെട്ടെന്ന് അനസ്തെറ്റിസ്റ്റ് വന്നു, വിതിൻ സെക്കൻഡ്സിനുള്ളിൽ ആൾ മരിച്ചു. സോ അത് നമ്മളത് മനസ്സിലാക്കണം. ഒന്നെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും, കോൾ ഫോർ ഹെൽപ്പ്. അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ചെയ്യണം കേട്ടോ. പിള്ളേരുടെ ചോക്കിങ് നമ്മുടെ CPR-ന് പേഷ്യന്റ് പോയിസൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സീൻ സേഫ്റ്റി ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ. നമുക്ക് എന്തെങ്കിലും ഓർഗാനിക് സാധനങ്ങൾ, കെറോസിന്റെ സാധനങ്ങൾ ഒക്കെ വരുവാണെങ്കിൽ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അവർ വരുന്നത് ചിലപ്പം ഈ പോയിസൺ കഴിച്ചാലൊന്നും വഴി കൂടെ ഇറങ്ങി നടക്കാനുള്ള ചാൻസ് കുറവാണ്. അവരുടെ ഉദ്ദേശം മരണം മാത്രമാണ്, അവർ ആൾക്കാർക്ക് മുമ്പോട്ട് വരത്തില്ല. അറിയാതെ പോയിസൺ കഴിച്ചവരാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ പോയിസൺ കഴിച്ച ആൾക്കാർ വൊമിറ്റ് ചെയ്തു കഴിയുമ്പോൾ തന്നെയാണെങ്കിലും നമ്മൾ അവർക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ വേണ്ട. മൗത്ത് ടു മൗത്ത് എക്സെപ്ഷണൽ ആണ്, അത് ഞാൻ നിർബന്ധിച്ച് പറയത്തില്ല ആരോടും ചെയ്യാൻ. പിന്നെ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ വൊമിറ്റ് ചെയ്യുന്ന ആൾക്കൊന്നും കയറി ഒരിക്കലും നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ പറ്റില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം, നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം സാധാരണ എല്ലാവരും മൗത്ത് ടു മൗത്ത് കൊടുക്കാറുള്ളൂ. അത് അപ് ടു യു ഓൾ. ഇത് പറഞ്ഞൊരു വാലിഡ് പോയിന്റ് ആണ്. കാരണം നമ്മളിലേക്ക് അതിൻ്റെ ആ കണികകൾ വന്ന് നമ്മൾ കൂടെ
ഇറ്റ് വിൽ അഫക്ട്. കാരണം വല്ല ഓർഗാനിക് കെമിക്കൽസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ലൈഫ് ഓൾസോ ഇൻ ഡേഞ്ചർ. അത് പ്രത്യേകം സൂക്ഷിക്കണം. പിള്ളേരുടെ ചോക്കിങ്ങിന്റെ മാനേജ്മെന്റ് കാണിക്കാൻ പോകുന്നത് കുഞ്ഞു പിള്ളേരുടെ. ഓക്കെ, ബാക്ക് സ്ലാബ്സ് ആൻഡ് ചെസ്റ്റ് ത്രസ്റ്റ് എന്ന് പറയും. ഇപ്പൊ മെൽബോ കാണിക്കാൻ പോകുന്നത് ബാക്ക് സ്ലാബ്സ് ആണ്. എപ്പോഴും പിള്ളേരെ നമ്മൾ കമത്തി പിടിച്ചിട്ട് ഈ മൂക്ക് ഒരിക്കലും കവർ ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ വേണം പിടിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ വേണം പിടിക്കാൻ. മൂക്കും വായും എപ്പോഴും ഓപ്പൺ ആയിരുന്നു. നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്ത് പിടിക്കരുത്. മൂക്കും വായും സ്പേസ് കൊടുക്കണം. ഇങ്ങനെ പിടിക്കുക. കഴിയും നമ്മൾ കംഫർട്ടബിൾ ആവും ആദ്യം. എന്നിട്ട് കൊച്ചിനെ ഇങ്ങനെ നമ്മുടെ കാലിൽ എവിടെയെങ്കിലും ഇങ്ങനെ തല താഴോട്ടാവുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ ഷോൾഡറിന്റെ ഈ 2 ഗ്യാപ്പിലും 1 2 3 4 5 തിരിച്ചു നോക്കുക. വീണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ആ കംപ്രഷൻ കൊടുക്കുക. 1 2 3 4 5 വീണ്ടും ഇങ്ങനെ പിടിക്കുക. എപ്പോഴും നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കണം. ചിലപ്പോൾ മിക്ക ആൾക്കാരും ഇത് ചെയ്യും, പക്ഷെ അവരെന്ത് ചെയ്യും, കൊച്ചിനെ ഇങ്ങനെ നമ്മൾ ഹറി പാനിക്കായിട്ട് പിള്ളേരെ ഇങ്ങനെ കമത്തി കിടത്തും. മൂക്കും വായും കവേർഡാണോ അല്ലോ നമ്മൾ നോക്കില്ല. നട്ട്സ് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തൊരു കൊച്ചൊരു കോയിൻ വിഴുങ്ങി. നമുക്ക് തക്ക സമയത്ത് അത് കോയിനാന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊച്ചിനെ കമത്തി പിടിച്ച് ഇങ്ങനെ 1 2 3 4 നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കുഞ്ഞ് കരയോ കുഞ്ഞിന് വേദന എടുക്കും. നമ്മുടെ ആവശ്യം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വേണം കൊടുക്കാൻ. നേരെ പിടിക്കരുത്, താത്തി പിടിക്കുക, തല താത്തി പിടിക്കുക. നമ്മൾ ആ ഒബ്ജക്റ്റ് പുറത്തോട്ട് പോകുന്ന കാണുന്നത് വരെ അത് ഇങ്ങനെ ഇരിക്കും കൈ കേട്ടോ. ഈ പൊസിഷനിൽ ഇരിക്കണം. കാരണം നമുക്കൊരു പിടുത്തം വേണമല്ലോ കൊച്ചിനെ. പിന്നെ ഇവിടെ അതുപോലെ ഈ എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ ഇത് കാണിക്കുമ്പോൾ ഇതിന് എയർവേ ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇവിടെ ഒന്നും പിടിക്കരുത്. കാരണം കരോട്ടിയുടെ ആർട്ടറിയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അത് കൊടുക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ സീനിയറിൽ ചെയ്യാം. അഡൽട്ടിനെ ഞാൻ ചെയ്ത് കാണിക്കാം. ആരെങ്കിലും ഒക്കെ വോളണ്ടിയർലി വന്ന് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ മുട്ടുകുത്തി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ആരെങ്കിലും നിലത്ത് കിടന്നാണൊന്നും ചെയ്യണ്ടേ. പക്ഷെ കാൽമുട്ടിന് വേദനയും അതൊന്നും ആ സമയത്ത് നമ്മൾ ഓർക്കത്തില്ല കേട്ടോ. ആള് വീണ് കിടക്കുമ്പോൾ അതെല്ലാം ചെയ്തതിന് അവസാനം നമുക്കൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരാറുണ്ട് ചിലപ്പോൾ പല സമയത്തും. 1 2 3 4 5 6 7 സപ്പോസ് അതിൻ്റെ ഇടയ്ക്ക് വാരിയിൽ ഒടിഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമില്ല. വാരിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ കൈ അതിനുള്ള ഭേദം എത്രയും പെട്ടെന്ന് 4 സെക്കൻഡിൽ പോലും ഒടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് റിപ്പയർ ആയിക്കോളും കേട്ടോ. നമ്മുടെ ആവശ്യം ബ്രെയിനിലോട്ട് എത്ര പെട്ടെന്ന് സർക്കുലേഷൻ എത്തിക്കുക എന്നുള്ളതാണ്. ആണുങ്ങളുടെ വാരി നമുക്കിങ്ങനെ ആദ്യത്തെ 2-3 പുഷ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ വാരിയിൽ ഒടിയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമമാണ്. ബട്ട് നോ സെന്റിമെന്റ്സ്. ആ സമയത്ത് ജീവൻ രക്ഷിക്കുക. വാരിയിൽ പിന്നെ അത് റിപ്പയർ ആയിക്കോളും. ബോഡിയൊക്കെ പിന്നെ ശരിയായിക്കോളും. ആരെങ്കിലും ചെയ്യാം. ലോ എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല വാരിയിൽ ഒടിഞ്ഞാലും. പിന്നെ എൻ്റെ കൈ ഇരുന്ന് തെന്നി ഞാൻ മാറ്റാൻ പാടില്ല. പിന്നെ മിനിമം ഇന്ററപ്ഷൻസ് ആണ് CPR എടുത്ത്. നമ്മൾ CPR കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ്, ശരീരം എല്ലാം നമ്മൾ ഈ ആളെ രക്ഷിക്കുക. എൻ്റെ പിള്ളേരും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവാൻ പാടില്ല. നമ്മുടെ ഈ 2 റിബ്സ് ഇവിടെ ജോയിൻ ആകുന്ന പോർഷൻ ഇവിടെ ഫീൽ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അവിടെ നിന്ന് ഒരു 2 ഫിംഗർ ഗ്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ബ്രസ്റ്റ് വെക്കേണ്ടത്. കരേനയുടെ ഇതിന്റെ കറക്റ്റായിട്ട് ഇവിടെ ഈ നിപ്പിൾ ലൈൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും. ഒന്ന് കാണിച്ചു കൊടുക്കുക. വന്ന് പറഞ്ഞപ്പോൾ 1 2 3 കണ്ടോ. ഇങ്ങനെ കൈ പോകാൻ പാടില്ല. ഞാനിങ്ങനെ ആടാനും പാടില്ല കേട്ടോ. നമ്മുടെ ഈ ഭാഗത്താണ് ആണുങ്ങളുടെ CPR കൊണ്ടോളെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ നമ്മുടെ ചെയ്യുന്ന പോർഷൻ ഇത് ഈ
റിബ്സ് രണ്ട് ജോയിൻ ആകുന്ന പ്രശ്നം നമ്മളിങ്ങനെ ഫീൽ ചെയ്താൽ നമുക്കറിയാം ഇവിടെയാണ് ജോയിൻ ആകും. ഇവിടുന്ന് 2 ഫിംഗർ ഗ്യാപ്പ്, അതിൻ്റെ മേലെയാണ് റിസ്റ്റ് വരുന്നത്. നമുക്ക് നോക്കിയറിയാം ഷോൾഡർ ലൈൻ സ്ട്രെയിറ്റ് ആണ്, ഹിപ്പിന്നാണ് ഫോഴ്സ് പോകേണ്ടത്. എപ്പോഴും നമ്മൾ അതാണ്, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല എനർജിയോട് കൂടി പുഷ് ചെയ്യാൻ പറ്റുള്ളൂ, എഫക്റ്റീവ് കംപ്രഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് ആയിരിക്കണം. അതായിരിക്കും നമ്മുടെ സ്പീഡ്. അതായത് 1 സെക്കൻഡിൽ 2 കംപ്രഷൻ അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ 60 സെക്കൻഡിൽ 120 കംപ്രഷൻ. എല്ലാവർക്കും അത് ചെയ്യാൻ അവരവരുടെ ആരോഗ്യം സമ്മതിക്കുകയില്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് എഫക്റ്റീവ് ആയിരിക്കണം. കുറച്ച് പേർക്ക് ഒന്ന് ട്രൈ ചെയ്യാം.